വെൽക്കം ടു മാർ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ അസ്ദയിലെ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം അസ്ദയിലെയും ടെസ്കോയിലെയും ഒക്കെയുള്ള പ്രൈസിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്യാനും അതുപോലെ നമ്മുടെ എന്താണ് അസ്ദയിൽ പോയാലുള്ള ബെനിഫിറ്റ് അതറിയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മളിങ്ങനെ അസ്ദയിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ലായിരിക്കും. പക്ഷേ ഈ അസ്ദയിലത്തെ അസ്ത ജോർജ് എന്ന് പറഞ്ഞ ഈ ഡ്രസ്സുണ്ട്, തുണികൾ, അത് ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് അസ്തയുടെ ജോർജിൻ്റെ ഐറ്റംസ്. ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, പെണ്ണുങ്ങളുടെ നല്ല ഒന്നാന്തരം ഫീമെയിൽ ഡ്രസ്സാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വില വെറും 15 പൗണ്ടേ ഉള്ളൂ. ഈ സാധനം മാർക്സ് സ്പെൻസ് അതുപോലെ കുറച്ച് നെക്സ്റ്റ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ 38-40 പൗണ്ട് മിനിമം ആവും. ഈ കാണുന്ന ഈ വൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു വില വെറും 15 പൗണ്ടേ ഉള്ളൂ. നല്ല ക്വാളിറ്റി സാധനമാണിത്. ഇതിപ്പം ടെസ്കോയിലോ അല്ലെങ്കിൽ ടെസ്കോ അല്ല നെക്സ്റ്റിലോ മാർക്സ് സ്പെൻസിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ എന്നാ വിലയാണെന്നറിയോ, മിനിമം 40 അല്ലെ 50 പൗണ്ടാവും. പക്ഷേ ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കിയാലും നല്ല സൂപ്പർ ക്വാളിറ്റി സാധനം. അത് ഇത് കണ്ടോ, വെറും 15 പൗണ്ടേ ഉള്ളൂ ഇതിൻ്റെ വില. നല്ല ക്വാളിറ്റി, നല്ല സൂപ്പർ കോട്ടനാണ്. അതുപോലെ ഈ ലെതർ, ഈ നല്ല പ്യുവർ ലെതറായത് ജോർജിൻ്റെ ഒന്നാന്തരം ലെതറിൻ്റെ സാധനം. ഇതിൻ്റെ വില 10 പൗണ്ട്. ലെതർ ബാഗായത്. അപ്പം അങ്ങനെ അസ്തയുടെ ഓരോ ചില സാധനത്തിൻ്റെ അസ്തയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. അസ്ത എന്ന് പറയുന്നത് കൂടുതലും ഏറ്റവും വില കുറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റാണ് UK. അൽദി, അസ്ത ഒക്കെ ഏകദേശം ഈ നല്ല ചെരുപ്പായത്, നല്ല ഫോമായിട്ടുള്ള ചെരുപ്പിന് വെറും 7 പൗണ്ടേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഇപ്പം അസ്തയിലെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഒരുമാതിരി നല്ല ക്വാളിറ്റിയാണ്, തീരെ വിലക്കുറവാണ്. ഇതിൻ്റെ വില 6 പൗണ്ട് ഈ ചെരുപ്പിന്. നല്ല ചെരുപ്പായത്. ഇപ്പോൾ ഈ സമ്മർ സീസണൊക്കെ യൂസ് ചെയ്യാവുന്ന ചെരുപ്പാണ്. സ്വിമ്മിംഗ് പൂളിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ ആ ചെരുപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് അസ്തയിലെ ഓരോ ക്വാളിറ്റിയുടെ. അതുപോലെ തന്നെ ഇത് നല്ല ഷൂസ്, ഇതൊക്കെ നല്ല നൈക്കിൻ്റെയും അഡിഡാസിൻ്റെയും ഒക്കെ ഷൂസ് പോലത്തെ സെയിം ക്വാളിറ്റിയുള്ള ഷൂസായത്. ഇതിൻ്റെ വില നോക്കട്ടെ എത്രയാണ്, 16 പൗണ്ട്. 16 പൗണ്ടാണ് ഇതിൻ്റെ വില. ഈ സാധനം നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു 5-6 പ്രാവശ്യം ഇട്ടിട്ട് കളഞ്ഞാൽ പോലും 16 പൗണ്ടേ ഉള്ളൂ. ഇതേണ്ടേ, നല്ല പെണ്ണുങ്ങളുടെ ലേഡീസ് പിങ്ക് ഷൂ 16 പൗണ്ട്. കുറച്ചാൾ ഇട്ടിട്ടാണേലും 10-15 പ്രാവശ്യം ഇട്ടാണെങ്കിലും നമുക്കത് മുതലാക്കാൻ പറ്റും. അതേസമയത്ത് നമ്മൾ പോയിട്ട് നൈക്കിൻ്റെ ഷോറൂമിലോ അല്ലെ അഡിഡാസിൻ്റെ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ 60 പൗണ്ട് 70 പൗണ്ടാവും. പിള്ളേരുടെ 3 സെറ്റ് ഡ്രസ്സ് 12 പൗണ്ട് ബേബി ഡ്രസ്. അതുപോലെ ഈ ജാക്കറ്റിന് 9 പൗണ്ട്, 3 സെറ്റിന് 12 പൗണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ആണെങ്കിലും അതുപോലെ തന്നെ വലിയവരുടെ ആണെങ്കിലും അഡൽറ്റിനും ഒക്കെയുള്ള തുണിയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പിള്ളേരുടെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഒന്നാന്തരം ക്വാളിറ്റി സാധനമാണ്. 10 പൗണ്ടേ ഉള്ളൂ. നല്ല ജാക്കറ്റ്. ഇപ്പം ടെസ്കോയിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും. അസ്തേനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും ഈ ക്ലോത്ത് ഐറ്റംസിനെല്ലാം. അതുപോലെ മറ്റുള്ള ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും ടെസ്കോയിൽ വില കൂടുതലാണ്. പിന്നെ ടെസ്കോ വെറുതെ ഇങ്ങനെ അവരുടെ സ്കാൻ ചെയ്യുന്ന സേവ് ചെയ്യുന്ന പൈസ സേവ് ചെയ്യുന്ന സാധനം പോയിൻറ്റ്സ് കാർഡ്. ശരിക്കും പറഞ്ഞാൽ അത് മഹാ തട്ടിപ്പാണ്. ക്ലബ് കാർഡെന്നും പറഞ്ഞുകൊണ്ട് ടെസ്കോയുടെ അത് മേടിച്ചിട്ട് നമ്മളെ പോയിൻ്റ് ആക്കി വിടത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഇരട്ടി അവർ ചാർജ് ചെയ്യും. ഇതിനുണ്ടോ 12 പൗണ്ടേ ഉള്ളൂ ഇതിന്. പക്ഷേ അസ്തക്കാർക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ക്ലബ് കാർഡൊന്നുമില്ല. ഈ ഡ്രസ്സ് ഉണ്ടോ, നല്ല രസം, നല്ല പെൺപിള്ളേരുടെ നല്ല ഒന്നാന്തരം ഡ്രസ്സ്, നല്ല ക്വാളിറ്റിയാണ് ഇതെല്ലാം കേട്ടോ. ഇതിൻ്റെ വില എത്രയാണ് നോക്കട്ടെ, 10 പൗണ്ട്. അപ്പോൾ ഈ ടെസ്കോക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലബ് കാർഡ് വെച്ച് നമ്മളെ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അസ്ത ഒന്നുകൂടെ ലാഭം കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് എല്ലാ കടകളിലും. ചില ടെസ്കോയുടെ ആൾക്കാരുണ്ട്, അവർ ടെസ്കോയിൽ പോവും. അവരുടെയൊക്കെ വീട് അടുത്താണെങ്കിൽ ടെസ്കോയിൽ പോവും. ചിലവൻ സെയിൻസ്ബറിയൊക്കെ ഭയങ്കര കത്തിയാണ്, അപ്പോൾ അങ്ങോട്ട് പോവും. സെയിൻസ്ബറി മോറിസൺ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും
പെൻഷനേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ പൈസ എല്ലാം കൂടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവർക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല പൈസ, അതുകൊണ്ട് അവർ പോകുന്നത്. ഇതുണ്ട്, ഈ ഒരു സെറ്റിന് 10 പൗണ്ട്. ആടെ ഇതാണ് പൈജാമ പോലത്തെ ഡ്രസ്സ്, 14 പൗണ്ട് പെൺപിള്ളേരുടെ. 2 ടോപ്പും ഉണ്ട്, ഷോർട്ട്സും ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അടിപൊളി ഷർട്ട്, ഇതിന് ഷർട്ടും ഷോർട്ട്സും കൂടെ തോന്നുന്നു. ഇതുണ്ട് അതും അതുപോലെ തന്നെ നല്ല ആൺപിള്ളേരുടെ നിക്കർ ഉടുപ്പും. എൻ്റെ വില എത്ര നോക്കട്ടെ, 10 പൗണ്ട്. സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാൻറ്റും ഷർട്ടും, പാൻറ്റല്ല ഷോർട്ട്സും, അതുകൊണ്ട് 10 പൗണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ അവസ്ഥയിൽ. പിള്ളേരുടെ ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പം രാവിലെ ഡ്രസ്സുകൾ, പിന്നെ ആൺപിള്ളേരുടെ ഷൂസ്, പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ 8 പൗണ്ടൊക്കെ ഉള്ളൂ. വേറൊരു കാര്യം വെച്ചാൽ ശരിക്കുള്ള ഷൂസിൻ്റെ ഷോറൂമിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ പ്രൈസ് ആവും. അവസ്ഥയിലാവുമ്പോൾ ഇത്രയും വില ആർക്കില്ല. വേണ്ട ബോയ്സിൻ്റെ ഷൂസ് 11 പൗണ്ട്. ഒരു വർഷം എന്താണെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ കാല് വലുതായിക്കൊണ്ടിരിക്കില്ല. അവരൊന്നും ഇട്ട് 1 വർഷമൊക്കെ ആകുമ്പം, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പം കാല് വലുതാവും. അപ്പോൾ എടുത്ത് കളയാം. അപ്പം ഇത്രയും വിലയല്ലേ ഉള്ളൂ. നല്ല രസമാണ് കാണാൻ. 15 പൗണ്ട്. സ്കൂൾ ഷൂസ്, ബോയ്സിൻ്റെ ഉണ്ട് ഗേൾസിൻ്റെ ഉണ്ട് സ്കൂൾ ഷൂസ്. ഇതിൻ്റെയൊക്കെ വില ഇതുണ്ട്. ഗേൾസിൻ്റെ ഷൂസിന് 12 പൗണ്ട്, 15 പൗണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. സാൻഡിൽസും ഷൂസും അതുപോലെ സ്കൂൾ ഷൂസും എല്ലാം ഉണ്ട്. ഇവൻ ഈ സമ്മറായിട്ടാണെന്ന് തോന്നുന്നു. ഇതിന് 14 പൗണ്ട്. സമ്മറായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും വെറൈറ്റീസ്. സമ്മർ സ്റ്റാർട്ടില്ല. സ്കൂൾ യൂണിഫോംസ് ഉണ്ട്. ആ സ്റ്റൈൽ വന്ന് അങ്ങനെ ഒരു ഗുണമുണ്ട്. സ്കൂൾ യൂണിഫോം ഉണ്ട്, പല സ്കൂളിൻ്റെ പല കളറിലുള്ള 10 പൗണ്ട് ഒക്കെയാണ്. ഇതെൻ്റെ ജെൻസിൻ്റെ ആണെങ്കിലും നല്ല അടിപൊളി ഷർട്ട്, നല്ല പ്യുവർ കോട്ടണാണ് ഇതൊക്കെ കേട്ടോ. പ്യുവർ കോട്ടണാണ്. 10 പൗണ്ടേ ഉള്ളൂ. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നല്ല ഷർട്ട്. നാട്ടിലൊക്കെ പോകുമ്പം ഈ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ചൂടിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ലൈറ്റായിട്ടിരിക്കുന്ന വെരി ലൈറ്റ് കോട്ടണാണ്. നല്ല രസമുണ്ട്. ഒരു ഇതിൻ്റെയൊക്കെ വെറൈറ്റീസും കുഴപ്പമില്ല. 10 പൗണ്ടല്ലേ ഉള്ളൂ. നാട്ടിൽ പോയിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകാനും നമുക്ക് നഷ്ടമൊന്നുമില്ല. 10 പൗണ്ട് ഉണ്ടോ. നല്ല സൂപ്പർ ഷർട്ടാണ്, പ്യുവർ കോട്ടൺ. ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. പല കളറിലും എല്ലാം ഉണ്ട്. £12 പ്യുവർ കോട്ടൺ ബ്ലൂ ഷർട്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ വലിയ ബ്രാൻഡഡേ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മേടിക്കത്തില്ലായിരിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇട്ടിട്ട് കളഞ്ഞാൽ പോരെ. ജാക്കറ്റിന് ഇച്ചിരി വില കൂടിപ്പോയി, 30 പൗണ്ട്. അത് അത്രയ്ക്ക് ലാഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ജാക്കറ്റ്
30 പൗണ്ടിനുള്ള ഇല്ല. ജീൻസിനൊക്കെ ഭയങ്കര വില കൂടുതൽ. ഈ 10 പൗണ്ടേ ഉള്ളൂ. ബ്രാൻഡഡ് ഒന്നും അല്ലെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ഈ ജീൻസുകൾ ഇതെല്ലാം ഓരോരുത്തർക്ക് ഓരോ ബ്രാൻഡഡ് ഉണ്ട്. അതനുസരിച്ച് വില പോവും. അസ്താക്കാലാവുമ്പം 18 പൗണ്ട് അല്ലെ 10 പൗണ്ട്. അത് നെക്സ്റ്റിലാവുമ്പം അത് 28 പൗണ്ട്. അത് നേരെ പിന്നെ ലിവൈസിലോട്ട് പോയി കഴിഞ്ഞാൽ അത് 60 പൗണ്ട്. സാധനം എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ബ്രാൻഡഡ് മാറുന്നതനുസരിച്ച് അതിൻ്റെ എല്ലാം പ്രൈസും. പിന്നെ ടോയ്സ് ഐറ്റംസ് പിള്ളേരെയൊക്കെ ഉണ്ടോ, ലെഗോ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ ലെഗോയുടെ കാർ 22 പൗണ്ട്. ഇതിൻ്റെ ലെഗോയുടെ തന്നെ ടോയ്സ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 പൗണ്ട് കൂടെ വ്യത്യാസം കാണും അതിനൊക്കെ. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് അസ്തയും മറ്റുള്ള കടകളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഒരു പൗണ്ടിൻ്റെ ബോള് 1 പൗണ്ടേ ഉള്ളൂ. ലൈറ്റ് ബോൾ, ബീച്ച് ബോൾ. പിന്നെ ഇവിടെ ടി വി കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ടി വിക്കൊന്നും തന്നെ പോളറായിട്ട് ടി വി 254 പൗണ്ടേ ഉള്ളൂ. 55 ഇഞ്ചിൻ്റെ വലിയ ടി വി. ഇതും ലാഭമാണ്. നമ്മളിപ്പം കണ്ട ഷാർപ്പിൻ്റെ ഇരിക്കുന്നു. ഷാർപ്പിൻ്റെ ടി വിക്കൊക്കെ ലാഭമാണ്. ഇതിപ്പം PC വേൾഡിലോ അല്ലെങ്കിൽ കറീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും വില കൂടുതലായിരിക്കും. അസ്തേന്നാകുമ്പം അത്രയും വില കാണത്തില്ല. ഷാർപ്പിൻ്റെ ഇരിക്കുന്നുണ്ടോ, എത്ര ഇഞ്ചിൻ്റെ നോക്കട്ടെ. 55 ഇഞ്ചിൻ്റെ ഷാർപ്പ് അടിപൊളി ലേറ്റസ്റ്റ് മോഡൽ ടി വിയുടെ വില ഇതിനെത്രയായിരുന്നു? 350 പൗണ്ട്. അതുപോലെ ഫാർമസി ഉണ്ട് ഇവിടെ. ഈ കാൽപോള്, അതുപോലെ പാരസെറ്റമോള്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമ്മൾ ഈ അസ്തയിൽ നിന്ന് മേടിക്കുമ്പം അത്യാവശ്യം വിലക്കുറവാണ്. ചിലപ്പം 1/get 1 ഫ്രീ ആയിട്ട് വരും. പിന്നെ ബൂട്ട്സിൽ നിന്ന് മേടിക്കുമ്പം ചിലപ്പം ഈ പോയിൻറ്റ്സ് ബേസ് നോക്കുമ്പോൾ കുറച്ച് ചിലപ്പം ഡിസ്കൗണ്ടൊക്കെ കാണും, 20% ഒക്കെ. പിന്നെ അവിടുത്തെ കാർഡ് യൂസ് ചെയ്യുമ്പം അവിടെ സ്റ്റുഡൻസിൻ്റെ കാർഡ്, അതുപോലെ പണ്ടൊക്കെ NHSൻ്റെ കാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതിനൊക്കെ വില കുറവായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ നല്ല രസമുണ്ട്. ഇത് 16 പൗണ്ട്. നല്ല മണ്ണ് കൊണ്ട് ഉണ്ടാക്കി, ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് 7 പൗണ്ട്. ഈ സാധനത്തിനൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ എനിക്ക് അത്യാവശ്യം വില കുറവായിട്ട് 5 പൗണ്ടൊക്കെ അല്ലേ ഉള്ളൂ. വെരി നൈസ്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് 6 പൗണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ. ഈ സാധനമൊക്കെ നല്ല രസമുണ്ട്. 7 പൗണ്ട്, 5 പൗണ്ട്. ഇതിനിച്ചിരി വലിപ്പമുണ്ട്, 15 പൗണ്ട്. നല്ല മണമുള്ള സാധനമാണ്. കത്തിച്ച് വെച്ചാൽ വീട് മുഴുവൻ നല്ല മണം വരും. അതുപോലെ ഈ സാധനങ്ങൾ ഈ സമ്മറിൽ
നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് അത് ഇതുണ്ട്. ഗാർഡനിലോട്ടൊക്കെ ഇത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സാധനം 12 പൗണ്ടേ ഉള്ളൂ. എന്ത് രസമാണെന്ന് ഈ വെള്ളത്തിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ സമ്മറിന് ഒരെണ്ണം മേടിച്ചായിരുന്നു. പിള്ളേരെ ഇട്ട് ഇതിൻ്റെ അകത്തിട്ട് കളിപ്പിച്ചു. നല്ല രസമായിരുന്നു. അത് നേരെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നല്ല വീർത്ത് അതിൻ്റെ അകത്ത് നമുക്കും ഇരിക്കാം. ഗാർഡനിൽ അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് മടക്കി അവിടെ വല്ലതും വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സമ്മർ ടൈമിന് നല്ലതാണ്. വലിയ വിലയില്ല, 15 പൗണ്ടല്ലേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഗാർഡൻ തിങ്സും പിള്ളേരുടെ ടോയ്സ് ഒക്കെ ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മീറ്റിൻ്റെ ഐറ്റംസിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വലിയൊരു ട്രേക്ക് 12 പൗണ്ട് ചിക്കൻ ബ്രസ്റ്റ്. അതുപോലെ ബീഫിനൊക്കെ എപ്പോഴും അസ്തായി തന്നെ ലാഭം. പിന്നെ അൽദിയിലും അതുപോലെ മറ്റേ ഓർമ്മ ഉണ്ടല്ലോ അൽദിയും, പിന്നെ അതാ മറന്നുപോയി. അതിൻ്റെ അവിടെ കുറച്ചുകൂടെ വില കുറവാന്ന് തോന്നുന്നു. അസ്തയും അതുമൊക്കെ വലിയ വ്യത്യാസം കാണത്തില്ല. ഹൽദിയൊക്കെ ആയിട്ട് ഏതായിരുന്നു ഹൽദിയും, പിന്നെ ഏതായിരുന്നു ലിഡിലും ഹൽദിയും ഒക്കെ ഏകദേശം സിമിലർ പ്രൈസ് ആയിരിക്കും അവസ്ഥയായിട്ട്. അതുപോലെ പല പല സോസേജ് റോളുകൾ. നിങ്ങൾക്കിതറിയാമെങ്കിൽ എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്തൊരു ബെസ്റ്റ് സോസേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും എടുക്കാറുള്ള ഒരു സോസേജ് ഉണ്ട്. ഒരു മിനിറ്റ് ഞാൻ കാണിക്കാതെ. അതാണ് ഏറ്റവും ടേസ്റ്റുള്ളത്. പിന്നെ അത് നല്ല ഞങ്ങളെപ്പോഴും എടുക്കുന്ന ഒരു സോസേജ്, ഒരു പ്ലെയിൻ സോസേജ് അല്ല, അതിൻ്റെ അകത്ത് ഒരു ഒനിയനൊക്കെ പിന്നെ ആഡ് ചെയ്ത് ഒരു സോസേജാണ്. അത് ഈ കാണുന്ന സോസേജാണ് ഞാൻ ഓൾറെഡി എടുത്ത്. ഇത് കാർമലൈസ്ഡ് റെഡ് ഒനിയൻ, നല്ല സോസേജാണ്. അത് നല്ല ടേസ്റ്റുള്ള സോസേജാണ്. ഞങ്ങളെപ്പോഴും മേടിക്കുന്ന. നിങ്ങൾ ഏതാ മേടിക്കുന്നത് കമൻറ്റ് ചെയ്യണം. ടേസ്റ്റുള്ള സോസേജ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഏതാ നല്ലതെന്ന്. പിന്നെ പല മിൽക്ക് ഞങ്ങളെപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ബ്ലൂ മിൽക്ക് തന്നെയാണ്. കാരണം പിള്ളേർക്കൊക്കെ കൊടുക്കാനും അതുപോലെ ഹോൾ മിൽക്ക് എപ്പോഴും നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഗ്രീനുണ്ട്, റെഡുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും വലിയ കുടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് തോന്നുന്നത്. ചുമ്മാ ആൾക്കാർ പറയുന്നുണ്ട് അതിൻ്റെ അകത്തും തോന്നുന്നു അതൊരു വെറും പച്ചവെള്ളം കുടിക്കുന്ന പോലെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുടിക്കുന്നതാണ്, ഏതാണ് ഏറ്റവും നല്ല മിൽക്കെന്ന് മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക. അതും നമുക്കറിവ് കിട്ടുമല്ലോ. പക്ഷേ ആൾക്കാർ പറയുന്നത് ബ്ലൂ മിൽക്ക് കുടിക്കണമെന്നാണ്. പിന്നെ ഇതുപോലെ റെഡിമെയ്ഡുണ്ട്. ഇത് ഞങ്ങൾ ഇടയ്ക്ക് മേടിക്കും. ഇത് മേടിച്ചിട്ട് നമുക്ക് വെറുതെ ചൂടാക്കിയാൽ മതിയല്ലോ, നല്ലതാണ്. പല പല ഇംഗ്ലീഷ് ഫുഡുകൾ നമുക്ക് ഇതിൽ കൂടെ ട്രൈ ചെയ്യാൻ പറ്റും. ചില ഇംഗ്ലീഷ് ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാത്തും ഏറ്റവും ഇഷ്ടമുള്ളത് ബീഫ് കസ്ട്രോളും പിന്നെ എന്തോ ഇഷ്ടം, എനിക്ക് ബീഫ് കസ്ട്രോൾ ഭയങ്കര ഇഷ്ടമാണ്. ലസാനിയ അങ്ങനെയൊക്കെയുള്ള ഐറ്റം വേറെ ഒന്നും ഉണ്ടായിരുന്നു പണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ പേര് മറന്നുപോയി.
കേരള ഇന്ത്യൻ ഫുഡ്, ബിരിയാണി, അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ ഐറ്റംസ് ഒക്കെ. വലിയ കുഴപ്പമില്ല, വലിയ വിലയില്ല. 3 പൗണ്ടല്ലേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് ചൂടാക്കി കഴിക്കാൻ കൊള്ളാം. ഡ്യൂട്ടിയിലൊക്കെ ആകുമ്പോൾ ഇത് ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോയാൽ ഉച്ചയ്ക്ക് ഇരുന്നുകൊണ്ട് കഴിക്കാം. ഇതാണ് അവൾക്കാടോ, അതായത് അവൾക്കാന്ന് എനിക്കല്ലെന്ന് 88 മനസ്സ് പറഞ്ഞത്. അവക്കാടോ റിയൽ പേരറിയാമോ? അവക്കാടോ എന്താണ്? അവക്കാടോ ഇതിൻ്റെ പേര്. അതായത് അവക്കാടോ എനിക്കല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാവും. അങ്ങനെ 88 നല്ലതെന്നാണ് പറയുന്നത് എല്ലാവരും കഴിച്ചാൽ. അപ്പോൾ ഇതെന്തുവാണ്? ഇതെന്തോ ആക്ച്വലി ഇത് പേര് മനസ്സിലാകുന്നില്ല എനിക്ക് വായിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഓറഞ്ച് അസ്തയിലെ വെറും തല്ലിപ്പൊളിയാണ്. ഒരിക്കലും ഇവിടുത്തെ ഓറഞ്ച് മേടിക്കില്ലാരും. നല്ല ഓറഞ്ച് ഇതുവരെയായിട്ടും എനിക്ക് അസ്തയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ സെയിൻസ്ബറി പോയാൽ നല്ല അടിപൊളി ഓറഞ്ച് മേടിക്കാൻ കിട്ടും. സെയിൻസ്ബറിയിലെ ഓറഞ്ച് ഈസ് ദ ബെസ്റ്റ് ഓറഞ്ച്. പിന്നെ അത് ഇവിടെ തേങ്ങ ഉണ്ട്, ഒന്നിനും കാശിന് കൊള്ളാത്ത തേങ്ങ. ഇതുകൊണ്ട് ആവക്കാട് അത്ര വലിപ്പമുള്ളത് ഒരെണ്ണത്തിൻ്റെ വലിപ്പം. കപ്പളങ്ങ ഉണ്ട് കേട്ടോ, 1 പൗണ്ട്. നാട്ടിലെ പൊട്ടക്കപ്പളങ്ങ കളയുന്ന പോലെ ഇരിക്കുന്നു. അതിനിവിടെ 1 രൂപ തുന്നുന്നു. ഒരു മധുരമില്ലാത്ത മാങ്ങായത് കേട്ടോ, പുളിച്ചിട്ട് വായി വെക്കാൻ കൊള്ളത്തില്ല. 1 പൗണ്ട് 70 പെൻസ്. കഴുതച്ചക്ക ഇത് നല്ല കേട്ടോ, നല്ല മധുരമുള്ള കഴുതച്ചക്ക 2 പൗണ്ട്, അതായത് 250 രൂപ. നാട്ടിലാണെങ്കിൽ ഒരെണ്ണത്തിന് 30 പൗണ്ടിന് 30 രൂപയ്ക്ക് കിട്ടും. 6 എണ്ണം മേടിക്കാം. പിന്നെ വല്ലപ്പോഴും ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മേടിക്കാൻ നല്ലതാണ്. നിങ്ങളെടുക്കുന്ന ആപ്പിൾ ഏതാണെന്നൊന്ന് പറയണം. പല ആപ്പിളുകളുണ്ടല്ലോ. ഇതിൽ ഈ ഇരിക്കുന്ന പിങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്നറിയോ? ലേഡീസ് എന്താണ്? ലേഡീസ് പിങ്കോ? ഈ ആപ്പിളിൽ ലേഡീസ് കളറിൽ ലേഡീസ് പിങ്ക് എന്ന് പറയുന്നത്. അത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ഈ കാണുന്ന യോഗട്ട്, ലൈറ്റ് യോഗട്ട് കഴിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല യോഗട്ടാണ് ഇത്. ഈ സാധനം പല ഫ്ലേവറിൻ്റെ ഉണ്ട്. ലൈറ്റ് മുള്ളാറോ, അത് നല്ല ടേസ്റ്റുള്ളതാണ്. അതുപോലെ യോഗട്ട് ഒരു 40s കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈപ്പ് ലൈറ്റിൻ്റെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇത് നല്ല ആക്റ്റീവാണ്. ഞാനെപ്പോഴും മേടിച്ച് കഴിക്കുന്നതാണ്. നല്ലൊരു സാധനം, നല്ല യോഗട്ടാണ് ഇത്, നല്ല കമ്പനിയുടെ. അതുപോലെ തന്നെ ഇവിടെ റെഡ്യൂസ് ഇടയ്ക്ക് വരും കേട്ടോ. അത് ഇതുണ്ടോ, ഇവിടെ ഒത്തിരി റെഡ്യൂസ് ഇടയ്ക്ക് വരും. റെഡ്യൂസിന് വരണമെന്നുണ്ടെങ്കിൽ ഒരു അറൗണ്ട് ഒരു 5 മണിയാകുമ്പോൾ വന്നാൽ 5നും 7നും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെഡ്യൂസിന് നല്ല നല്ല ഐറ്റംസ് കിട്ടും. ഹാഫ് പ്രൈസിനൊക്കെ കിട്ടും. ചിലപ്പം ഫിഷ് കാണും, ഇറച്ചി കാണും, സോസേജ് കാണും, അങ്ങനെ ഒത്തിരി ഐറ്റംസ് കാണും. ഇപ്പം കണ്ടോ ഇവിടെ വാരി ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഇതൊന്നും വലിയ വിലയില്ല. അതുപോലെ ഞങ്ങളെപ്പോഴും എടുക്കുന്ന ഈ ഹാപ്പി എക്സാ, നിങ്ങളും അത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗ് അത്. അതെന്ന് പറയുമ്പം ഫ്രീ റേഞ്ചിൻ്റെ ഇതാണ്. ഈ ജ്യൂസ് ഒഴിച്ച് നല്ല സൂപ്പർ മാംഗോ ജ്യൂസ് ചെയ്ത് നമ്മുടെ നാട്ടിലത്തെ ഫ്രൂട്ടി ജ്യൂസില്ലേ മാംഗോയുടെ, അതുപോലത്തെ. ഇതെല്ലാം പാകിസ്ഥാൻ്റെ സാധനമാണ്. അവിടെ നിന്ന് വരുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഫുള്ള് ഷുഗറാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ്.
ചായക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ചായക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതിവിടെയുണ്ട്. നാട്ടൻ വന്ന 2 പോകുന്നു. ചിലപ്പോൾ ശരിയായിരിക്കുമല്ലോ. ഇത് 2 കിലോയുടെയാണ്. മറ്റേ പിന്നെ പയറുപരിപ്പ് അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട കള്ളിൻ്റെ ഏരിയയാണ്. ഇവിടെ ഓരോ ടൈപ്പ് വെറൈറ്റി ഉള്ള ഷാമ്പിൻസ് ഒക്കെ ഇരിക്കുന്നത്. 34 പൗണ്ടൊക്കെ. ഇതിനൊക്കെ ഒരു ഭയങ്കര വില കൂടിയ ഷാമ്പിനാന്ന് തോന്നുന്നു. 50 പൗണ്ട്. അയ്യോ, ഇത് 60 പൗണ്ട്. 60 പൗണ്ടിനൊക്കെ ഉണ്ട്. പിന്നെ ബോളിങ് മനസ്സിലായില്ല. വൈൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വൈൻസ്. 7 പൗണ്ട്, 10 പൗണ്ട്, 6 പൗണ്ട് അങ്ങനെ കിടക്കുകയാണ് വൈൻസ്. പിന്നെ റോസ് വൈൻ പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. റോസ് വൈൻ അതിപ്പം കള്ളു കുടിച്ചാൽ പൂസാന്ന് എന്താണേലും കുഴപ്പമൊന്നുമില്ല. റോസ് വൈൻ 9 പൗണ്ട്. ഇതിനൊക്കെ 9 പൗണ്ട്. 9ൻ്റെ ഉണ്ട്, 12ൻ്റെ ഉണ്ട്, 6ൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. വേണ്ട പൈൻറ്റ്. നാട്ടിലെ മുണ്ടിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് പൈൻറ്റ്. ക്യാപ്റ്റൻ മോർഗൻ 10 പൗണ്ട്. ഒന്ന് കിറിഞ്ചാൻ അതിൻ്റെ ആവശ്യമുള്ളൂ. സ്ട്രിംറോസിൻ്റെ വോഡ്ക 18 പൗണ്ട്. 1 ലിറ്ററിൻ്റെ ഇത് കേട്ടോ. 1 ലിറ്ററാണ്. 1 ലിറ്ററിൻ്റെ വോഡ്ക 18 പൗണ്ട്. അത് ലാഭമോ? എനിക്ക് തോന്നി നാട്ടിലത്തെക്കാളും വില കുറവാണെന്ന് തോന്നുന്നു ഇവിടെ. പിന്നെ വോഡ്ക ഇതേതാ 40% അബ്സല്യൂട്ട് വോഡ്ക 1 ലിറ്റർ 30 പൗണ്ട്. ചക്കയിലും കൂടുതലാണെന്നൊരു ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വോഡ്ക ഈ കള്ളൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വിലക്കുറവ് മോറിസണിലാണെന്ന് തോന്നുന്നു. മോറിസണിൽ മോറിസൺ കാർഡ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിസ്കൗണ്ട് കിട്ടും കള്ളിന്. 3 ബാല് അതിനെത്ര. ഹെനസി ഇത് നല്ല കേട്ടോ. 37 പൗണ്ട്. സ്പെഷ്യൽ സാധനം. സിംഗിൾ മാൾട്ടിൻ്റെ ഗൺഫ്ലിഡ്ജ് 18 പൗണ്ട്. അത് എനിക്ക് 750. മറ്റേ 43ൻ്റെ പുതിയൊരു മോഡലാണെന്ന് തോന്നുന്നു. അത് 1 ലിറ്ററിൻ്റെ. ഈ ഇരിക്കുന്ന എല്ലാം സിംഗിൾ മാൾട്ടിൻ്റെ വിസ്കികളാണ്. ഇതിനൊക്കെ വിലയൊക്കെ അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. ഗ്ലെൻമോർഗൻ 34 പൗണ്ട്. ജൂറ സിംഗിൾ മാൾട്ടാണോ? അതെ 40 പൗണ്ട്. സിംഗിൾട്ടൺ പല അറിയാൻ മേലാത്ത ടൈപ്പൊക്കെ ഉള്ള കേട്ടിട്ടില്ലാത്ത ടൈപ്പ് സിംഗിൾ മാൾട്ട് ഇരിപ്പുണ്ട് കേട്ടോ. റെഡ് ലേബൽ
ബ്ലാക്ക് ലേബലും റെഡ് ലേബലും ഇതൊക്കെ പണ്ട് ആദ്യമായിട്ട് നമ്മൾ കണ്ട് കടിച്ചുകൊണ്ടിരുന്ന സാധനം. ബ്ലാക്ക് ലേബലിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്നായിരുന്നു. ഇപ്പം അതൊക്കെ ഇവിടെ ഒന്നും ആർക്കും വേണ്ടത് സാധനം. ജാക്ക് ഡാനിയൽസ് പല കളറിൻ്റെ പല മോഡൽ. ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ചുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലത്തെ ഒരു കൂതറ സാധനം ലോകത്തൊന്നുമില്ല. ചിലർ ഭയങ്കര കാര്യമായിട്ട് കുടിക്കുന്നതാണ്. ജാക്ക് ഡാനിയൽ തലവേദന എടുത്ത് ഫ്ലാറ്റാവും. ഇത്രയും ഒരു കൂതറ സാധനം എൻ്റെ ലൈഫ് ഞാൻ കുടിച്ചിട്ടില്ലാത്തൊരു സാധനം ജാക്ക് ലാബിൽ. അങ്ങനെ ഈ ഫ്രോസൺ ഫിഷ് ഉണ്ട് ഇത് ബാസ ഫിലറ്റ്സ് എന്ന് പറയും. ഇത് വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. 3 പൗണ്ട് 66. ഞങ്ങളെപ്പോഴും വറക്കാൻ മേടിക്കുന്ന ബോൺലെസ് ആണ്, ബോണൊന്നുമില്ല. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ചുമ്മാ വറുത്തം കൊടുത്തു കഴിഞ്ഞാൽ തിന്നോളും. നല്ല ടേസ്റ്റുള്ളൊരു സാധനം ഇത്. 3 എണ്ണത്തിന് കണ്ട് 3 പാക്കറ്റിൻ്റെ 10 പൗണ്ടേ ഉള്ളൂ. നല്ല ഇത് ഉള്ളി വറക്കാനേ ഉള്ളത്തുള്ളൂ കേട്ടോ. സീബാസൊക്കെ വറക്കുന്ന പോലെ ഇരിക്കും ടേസ്റ്റ്, ബോണ്ടിലില്ലാത്ത. അതുപോലെ ഇത് സാൽമൺ, വൈൽഡ് സാൽമൺ. ഇത് നല്ല ടേസ്റ്റാണ് വറുത്താൽ. ഇതിന് 3 പൗണ്ട് 350 ഗ്രാം. 3 എണ്ണത്തിന് 10 പൗണ്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങളെപ്പോഴും മേടിക്കുന്ന ഒരു ഐറ്റംസാണ് ഇവിടുന്ന് ചിക്കൻ നഗൽസ് ഫോർ കിഡ്സ്. ഈ കമ്പനിയുടെ എപ്പോഴും നല്ലതാണ്. ബേർഡ്സ് ആയി എന്ന് പറയും. 38 എണ്ണത്തിന് 5 പൗണ്ടേ ഉള്ളൂ. ഈ കമ്പനിയുടെ തന്നെ എടുക്കണം, ഇതാ ടേസ്റ്റ് ഉള്ളത്. ഇതിൻ്റെ തന്നെ ഫിഷ് ഫിംഗറും ഉണ്ട്, അത് നല്ലതാണ്. ഈ സെയിം കമ്പനിയുടെ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് അസ്തയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.